ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ ജീവിതത്തിലേക്ക് ഗോവിന്ദൻ വരികയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെല്ലാവരും ചമ്മിപ്പോയി. നമ്മുടെ ഗോവിന്ദനും ഗീതുവും ഇനി ഒരിക്കലും അകലാൻ പാടില്ലാത്തതുപോലെ അടുക്കുകയാണെന്നൊന്നും അറിയാതെ ഗീതു മരണത്തിലോട്ട് പോകുമെന്നുള്ള ആ ഒരു ആകാംക്ഷയിലാണ് വീട്ടിലെല്ലാവരും. പ്രത്യേകിച്ച് വരുണും രാധികയും എല്ലാവരും. അങ്ങനെ നമ്മുടെ അമ്മയോട് വരുൺ സുവർണയെ നല്ലവളാക്കി കാണിക്കാൻ വേണ്ടി ഈ അപകടത്തിൻ്റെ പിന്നിൽ സുവർണയാണെന്നുള്ള കാര്യം പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. എന്നാലും ഇതെങ്ങനെ ഗീതുവിന് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ആ ഒരു ചിന്താഗതിയുമായിട്ടിരിക്കുന്ന രാധികയുടെ അരികിലേക്ക് ചെന്നിട്ട് സുവർണയാണ് അമ്മ ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞു. സുവർണയോ? സുവർണ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സുവർണയാണ് ഗീതുവിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം കാര്യങ്ങൾ വരെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചതെന്നും നമ്മളോട് ആലോചിക്കാതെയാണെങ്കിലും അവൾ ചെയ്ത കാര്യമൊക്കെ അടിപൊളി തന്നെയല്ലേ, ഗീതുവിനെ ഇത്രയും നാളായിട്ടൊന്നും നുള്ളി നോവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല, പക്ഷെ കൊടുത്തപ്പോൾ വയറ് നിറച്ച് കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും ഇനി അവരുടെ മരണവാർത്തയല്ലേ അമ്മേ നമ്മളുടെ മുന്നിലേക്ക് എത്താനുള്ളൂ, അത്രത്തോളം കാര്യങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് ആയില്ലേന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മഹേഷ് ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ രാധികയ്ക്കും അറിയാമല്ലോ. അങ്ങനെ ആ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുക. അങ്ങനെ എങ്ങാനും അവൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കണം എന്ന് രാധിക അന്നേരം പറയുകയും ചെയ്തു. അങ്ങനെ ഇവരിതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അയ്യപ്പേട്ടൻ ചെന്ന് ഗണപതി കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക, എൻ്റെ ഗീതു കുഞ്ഞിനെ നീ രക്ഷിക്കണം, എൻ്റെ ഗീതു കുഞ്ഞിനെ നീ രക്ഷിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നിൻ്റെ മുന്നിൽ ഈ വിളക്ക് ഞാൻ തെളിയിക്കില്ലെന്നും ഗീതു കുഞ്ഞിനെ രക്ഷിച്ച് എൻ്റെ ഗോവിന്ദന് സ്വന്തമാക്കി നൽകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണപതി കുഞ്ഞിനോട് സംസാരിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ പറഞ്ഞ് നമ്മുടെ അയ്യപ്പേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടൻ്റെ ഈ ഒരു അവസ്ഥയും ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കണ്ട് കാഞ്ചനയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അപ്പോൾ കാഞ്ചന പറഞ്ഞു, നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനല്ലേ അയ്യപ്പേട്ട കഴിയത്തുള്ളൂ, അല്ലാതെ ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം പുള്ളിക്കാരി ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുവാണേ. അയ്യപ്പേട്ടനാണെങ്കിൽ വീണ്ടും വീണ്ടും ഗോവിന്ദൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ഈ ഒരു കഥയും കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാധിക ഫോൺ എടുത്ത് സുവർണയെ വിളിക്കുക. അപ്പോൾ സുവർണ ആകെ ടെൻഷനായി, ദൈവമേ എന്തിനായിരിക്കും വിളിക്കുന്നത്, ഇനി അടുത്ത പ്രശ്നം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് കോൾ എടുത്തു. എന്താ മാം എന്ന് ചോദിച്ചപ്പം കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. കൺഗ്രാറ്റ്സോ, എന്തിനാണെന്ന് ചോദിച്ചു. ഏതൊക്കെയായാലും ഇത്രയും കാലമായിട്ടും നീ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പറന്ന് നടന്നിട്ട് അതൊന്നും ഈ നാട്ടിൽ വെച്ച് നടന്നില്ല. എന്തായാലും കണ്ണെത്താ ദൂരത്ത് നമ്മളുടെ ആരുടെയും കണ്ണിൽ പെടാത്തൊരിടത്ത് നമ്മൾക്കാർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നീ അവളെ തീർക്കാൻ ശ്രമിച്ചത് വിജയം കണ്ടില്ലേ, അതിനാണ് നിന്നെ ഞാൻ അഭിനന്ദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ മേഡം എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. ആക്സിഡൻറ്റോ? ഗീതുവിനോ? നീ എന്നോട് ആലോചിക്കാതെയാണ് അത് ചെയ്തത്, പക്ഷേ എനിക്ക് നിന്നോട് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി നേരെ വട്ടം അങ്ങ് കറങ്ങി. എന്തായാലും ഗീതുവിന് ഇങ്ങനെ ഒരു അപകടം വരുത്തിയത് താനാണെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുൺ സാറിനും അതുപോലെ തന്നെ രാധികയ്ക്കും തന്നോടുള്ള അടുപ്പവും വിശ്വാസവും കൂടുമെന്ന് സുവർണയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സുവർണ ആ ഒരു ഇതിലേക്ക് അങ്ങ് പോവുക. അതിപ്പോൾ എത്ര നാളായി മാം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ, ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ടുള്ള നുണയെല്ലാം തട്ടിവിടുക. അപ്പോൾ ഇവരുടെ മുന്നിൽ നല്ല പിള്ളയാകാൻ കിട്ടുന്ന അവസരം കളയുന്നത് എന്തിനാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യാം, ഇപ്പം നമ്മുടെ ഗോവിന്ദൻ ഇല്ലാത്ത തക്കം നോക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം. അതാണ് സുവർണ എടുത്തത്. അപ്പോൾ അങ്ങനെ സുവർണ ഇതും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധിക പൂർണ്ണമായും വിശ്വസിച്ചു ഇതിൻ്റെയൊക്കെ പിന്നിൽ സുവർണയാണെന്ന്. എന്തായാലും സുവർണയോട് ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച്, അപ്പോൾ നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം, നിനക്ക് ഞാനിന്നൊരു നല്ലൊരു ട്രീറ്റ് തരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുവർണ ഇങ്ങനെ തലേ ചുമക്കുക രാധിക. ഓക്കെ ആയിക്കോട്ടെ മേഡം, പറഞ്ഞാൽ മതി, ടൈം പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാമെന്ന് സുവർണ പറയുകയും ചെയ്തു. എന്നിട്ട് ഇവർ തമ്മിൽ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ മകനോട് ചെന്ന് സുവർണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറേയൊക്കെ പുകഴ്ത്തി പറയാം. ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ സുവർണയോട് സംസാരിക്കുന്നതിലൊക്കെ തെറ്റ് പറയാൻ പറ്റുമോ, സുവർണയോട് ഇക്കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് കിട്ടിയ അവസരം ഈ വരുണും മുതലെടുക്കുന്നു. അങ്ങനെ അമ്മയും മോനും കൂടി ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ ഈ ഒരു ഗൂഢാലോചനകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ രേഖയും കാഞ്ചനയും ആകെ കരച്ചിലും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഇരിക്കുക. ഗീതുവിന് വേണ്ടി പ്രാർത്ഥനയോ ഇപ്പം നമ്മുടെ രേഖ ഒരാപത്തും കൂടാതെ ഗീതു ജീവനോടെ തിരികെ വരണമേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ
ആ കിടക്കയിൽ തന്നെ ഇങ്ങനെ ഒരു മാറ്റങ്ങളും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിന് താങ്ങായും തണലായും തൊട്ടരികിൽ 24 മണിക്കൂറും ഉണ്ട്. അങ്ങോട്ട് മാറുന്നില്ല, ഇങ്ങോട്ട് മാറുന്നില്ല. ഗീതു 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 ഗീതുവിൻ്റെ അരികിൽ താൻ വേണം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിന് കാവലായിട്ട് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതിൽ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിന് സഹായമായിട്ട് അല്ലെങ്കിൽ ഗീതുവിന് സ്നേഹത്തിൻ്റെ ഇതായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതുവിൻ്റെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതായത് ഗീതുവും ഗോവിന്ദനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഓരോ സമയത്തും അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കുസൃതികളും സന്തോഷങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ആലോചനയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതുവിൻ്റെ കൈകളൊക്കെ എടുത്ത് ചേർത്ത് പിടിച്ച് ആ ഗീതുവിന് ആ ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ. ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ലെന്നും അതുപോലെ നിന്നെ ഞാൻ ഏതറ്റം വരെ കൊണ്ടുപോയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിന് ആ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിന് ആ വാക്ക് കൊടുക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണില്ല എന്ന് തന്നെ ഗോവിന്ദൻ തറപ്പിച്ച് ഗീതുവിനോട് പറയുക. അങ്ങനെ ഗീതുവിനെ തൻ്റെ നെഞ്ചോട് ചേർക്കുകയാണ് ഗോവിന്ദൻ. അങ്ങനെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഓരോ നിമിഷവും എന്തും സംഭവിക്കാമെന്ന് ചിന്തിച്ച് കിടക്കുന്ന ഗീതുവിനെയാണ് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ ആ ഉറപ്പ് കൊടുക്കുന്നതും. ഈ സമയത്ത് ഗീതുവിനും ഗോവിന്ദനും വേണ്ടി അവിടെ ആ ഒരു വലിയ ത്യാഗവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ്റെ അമ്മ വിജയലക്ഷ്മി. പുള്ളിക്കാരിയാണെങ്കിൽ ഊണില്ല, ഉറക്കമില്ല, ഉപവാസം ഇരുന്നു കൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ച് അവിടെ ഉപവാസ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു ഗീതുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ അവിടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇതാ അമ്മ കാണിക്കുന്നു. ഈ അമ്മ, അതായത് രാധികാമ്മ, അവളെ കൊല്ലാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ രണ്ടും അമ്മമാരാണ്, രണ്ടുപേരും ചെയ്യുന്നത് രണ്ട് പ്രവർത്തികൾ. അതിൽ ഗോവിന്ദൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് പിന്നെ നമ്മുടെ പ്രിയ അവിടെ വീട്ടിലിരുന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ പ്രിയ കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവർ 3 പേരും കൂടെ വന്നിട്ട് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഗീതുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് അങ്ങ് വല്ലാതെ വയലൻ്റായി അമ്മയും അച്ഛനും. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളാണ് ഗീതു ചേച്ചിക്ക് ഒരു അവസ്ഥ വരാൻ കാരണമെന്ന് പറഞ്ഞു പ്രിയ വിലാസിനിയെയും ഭദ്രനെയും കുറ്റപ്പെടുത്തുക. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ മോളി പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ഗീതു ചേച്ചിക്ക് തുടങ്ങിയ പ്രശ്നങ്ങളാണെന്നും എൻ്റെ ഗീതു ചേച്ചിയുടെ ജീവിതത്തിലെ ദുരന്തങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം എൻ്റെ ഗീതു ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്കൊക്കെ പ്രവചിക്കാൻ പോലും പറ്റുന്നതാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും പൈസയ്ക്ക് വേണ്ടിയല്ലേ ഗീതു ചേച്ചിയെ എൻ്റെ ഏട്ടനെ കൊണ്ട് കെട്ടിച്ചത്. എൻ്റെയും വിനോദിൻ്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഗീതു ചേച്ചി എൻ്റെ ഏട്ടനെ വിവാഹം കഴിച്ചത്. ആ ജീവിതം ബലിയേടാക്കി കളഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കര കരച്ചിൽ. അപ്പോൾ പ്രിയയുടെ ഈ കരച്ചിലും കാര്യങ്ങളും കണ്ടിട്ട് ഇവർക്കും സഹിക്കാൻ കഴിയുന്നില്ല. എന്തു പറഞ്ഞു പ്രിയ ആശ്വസിപ്പിക്കണമെന്ന് ഇവർക്കറിയില്ല. കാരണം പ്രിയ അതുപോലെ എണ്ണിപ്പെറുക്കി കരയുക. ഗീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ പ്രിയയ്ക്ക്. അതുകൊണ്ട് തന്നെ പ്രിയയ്ക്ക് ഗീതുവിന് ഇത് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അമ്മയും അതുപോലെ ഭദ്രനും ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യും ഭദ്രേട്ട, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്, നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പം നീ എന്താ വിലാസിനി പറയുന്നത്, നമ്മൾ എങ്ങനെ അങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ഗോവിന്ദൻ പോലെ ഇവിടെ ഇല്ല. ഗോവിന്ദൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദനോട് പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പോകാമായിരുന്നു. ഇതിപ്പോൾ ആരോട് പറയും? ആ രാധികയും വരുണൊന്നും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ എങ്ങനെ പോകാനാണെന്നൊക്കെ ഭദ്രൻ ഇങ്ങനെ ചോദിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിലാസിനി ഭയങ്കര കരച്ചിൽ. എന്നിട്ട് ഫോൺ എടുത്ത് അവരെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഗോവിന്ദനെയൊക്കെ. പക്ഷെ എവിടെ കിട്ടാൻ, കോളൊന്നും പോകുന്നില്ല. ഈ സമയത്ത് വരുൺ അവിടെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഗീതു മരിച്ചു എന്ന് സ്വപ്നം കാണുക തന്നെ ചെയ്തു. അങ്ങനെ ഗീതു മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കണേ എന്നുള്ള പ്രാർത്ഥനയായിട്ട് വരുൺ ഇങ്ങനെ ഇരിക്കുന്നു. കിട്ടിയ അവസരം ഫോണിനെടുത്തത് സുവർണയെ വിളിച്ച് സൊള്ളാൻ കിട്ടിയ ഒരു അവസരം മുതലെടുക്കുന്നു. എന്നിട്ട് സുവർണയോട് കുറച്ച് നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കാണേണ്ട പോലെ കാണണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ സുവർണയോടും പറയുന്നു. വരുണിൻ്റെ മുന്നിൽ നല്ല വിള ചമയുക എന്നുള്ളത് സുവർണയുടെ ഒരു ലക്ഷ്യമായതുകൊണ്ട് തന്നെ സുവർണതേ വരുണിൻ്റെ മുന്നിൽ നല്ല വിള ചമഞ്ഞ് നല്ല ഡയലോഗുകളും കാര്യങ്ങളും കണക്കിനങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ സുവർണ നല്ലവിളിൽ നല്ലവളായി വരുണിൻ്റെ മുന്നിൽ അഭിനയിച്ച് ആടി തകർത്ത് തിമിർത്ത് അങ്ങനെ അങ്ങ് നിൽക്കുന്നു. ഇതെല്ലാം അവിടെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ വിനോദ് പ്രിയയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക. നീ ഇങ്ങനെ വിഷമിക്കല്ലേടാ, നീ ഇങ്ങനെ വിഷമിച്ച നമ്മുടെ കുഞ്ഞിനാണ് അതിൻ്റെ ദോഷമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗീതു ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഞാൻ കാരണമാണെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ വിനോദിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളും പ്രിയ നടത്തുമ്പം നീയോ ഞാനോ ഒന്നും അല്ല കാരണം, വിധിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഗീതു ചേച്ചിക്ക് ഒന്നും വരില്ല, ഗോവിന്ദേട്ടനല്ലേ കൂടെയുള്ളത്, ഗോവിന്ദേട്ടൻ കൂടെയുള്ളിടത്തോളം കാലം ഗീതു ചേച്ചിക്ക് ഒരു ആപത്തും വരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഭർത്താവ് ഭാര്യയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. എന്തായാലും നമ്മുടെ ഗോവിന്ദൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് രക്തം തിളച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ കിഷോറാണെന്ന് അറിഞ്ഞതോടുകൂടി നമ്മുടെ മഹേഷിനെ കൊണ്ട് കിഷോറിനെ വിളിപ്പിച്ചിട്ട് ഇരു ചെവി അറിയാതെ ഒരിടത്തേക്ക് വരുത്താനായിട്ട്. അപ്പോൾ ഇവൻ ഫോൺ എടുത്തില്ല, ആദ്യം പിന്നെയും വിളിച്ചു. അപ്പോൾ മഹേഷാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ പേടിയോണ്ട് ഇവ ഫോൺ എടുത്തു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്കിത് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കിഷോർ പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന്. അങ്ങനെ തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാര്യ അറിയുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ 4 കാലും പറിച്ച് ചാടാൻ റെഡിയായി. അങ്ങനെ കിഷോർ ഈ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ ഗോവിന്ദനാണെന്നറിയാതെ ഗോവിന്ദൻ്റെ കെണിയിലേക്ക് ചെന്ന് വീഴുവാണ്. അവൻ്റെ അവസാനം കാണാതെ ഗോവിന്ദൻ പോവുമോ? ഇല്ല. ഗോവിന്ദൻ അത്രത്തോളം പകയായി പോയി കിഷോർ എന്ന് പറയുന്ന നന്ദി കെട്ടവനോട്. അപ്പോൾ അവന് നമ്മുടെ ഗോവിന്ദൻ്റെ വക നല്ലൊരു ട്രീറ്റ് തന്നെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സന്ദർഭങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥ മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.